ഒരു യോഗ്യതയില്ലാത്ത എന്നെ, ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൻ്റെ മരണത്തോളം ഏൽപ്പിച്ചു തന്ന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി വാർന്നു തന്ന ആ കർത്താവിന് തിരിച്ചു കൊടുക്കുവാൻ നമുക്കെന്താ? നമ്മുടെ ആരാധന, നമ്മുടെ സ്നേഹം, നമ്മുടെ ജീവിതം, അത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാം. തിരുകരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഇതു നേരത്തും ആരാധന. തിരുകരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഇതു നേരത്തും ആരാധന. അർത്ഥത്തോടെ ആരാധന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മുടെ പ്രതികൂലത്തിൻ്റെ നടുവിലും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. നീ പോക, നിൻ്റെ കാര്യത്തിൽ ഞാനൊരു കൽപ്പന കൊടുക്കും. ഞാൻ ഹല്ലേലൂയ പറഞ്ഞ വ്യക്തിയാണ് ഈ വരുന്നതെന്ന് നിന്നെക്കുറിച്ച് പറയുന്ന ഒരു അനുഭവം ഉണ്ടായാൽ നിനക്ക് നിൻ്റെ കാര്യം വേഗത്തിലായി. ഹല്ലേലൂയ. നിൻ്റെ നാവിൽ നിൻ്റെ കഷ്ടങ്ങളെ പറയുന്നത് നിർത്തി. ഹല്ലേലൂയ. നിൻ്റെ നാവിന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടൻ അടുത്തിരിക്കുമ്പോൾ നിൻ്റെ വായ്ക്ക് കടിഞ്ഞാണിടണമെന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് അതുകൊണ്ടാണ്. നിന്നെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാനുള്ള ദൈവപ്രവൃത്തി പൂർത്തിയാകാൻ ദൈവത്തെ സാക്ഷിക്കുന്നവരായി മാറണം. നിൻ്റെ നാവിൽ ദൈവത്തെ ഉയർത്തുന്നവരായിരിക്കും. നീ എവിടെ ചെന്നാലും അനേകർക്ക് ഹല്ലേലൂയ സാക്ഷ്യമുള്ളവളായി മാറുവാൻ അവിടെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കർത്താവ് ചിലരെ അവിടെ ഒരുക്കും. ഹല്ലേലൂയ. നീ അവിടെ നിന്റെ ഹല്ലേലൂയ ജോലി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നീ ഓടുമെങ്കിൽ നിന്നെ ഹല്ലേലൂയ ഇടയിൽ വെച്ച് ഹല്ലേലൂയ വീഴുവാൻ സ്വർഗം ഇടയാക്കത്തില്ല. നിന്നെ വിശ്വസ്തയോടെ ഓടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കണം. ഹൃദയത്തിനകത്തു നിന്ന് ആരാധിക്കുമ്പോഴാണ് കർത്താവ് കേൾക്കുന്നത്. നമ്മുടെ ശരീരം കൊണ്ടല്ല, നമ്മുടെ ഹൃദയവും കർത്താവുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവണം. ആ കണക്ഷനകത്താണ് വിടുതൽ നടക്കുന്നത്. ഈ ലോകത്തിന്റെ സമാധാനം അത് അല്പനേരത്തേക്കേ ഉള്ളൂ. ഈ ലോകത്തിന്റെ സന്തോഷം അത് അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം ഹല്ലേലൂയ സ്വർഗീയ സമാധാനമാണ്. അത് ഒരു മനുഷ്യന് തരാൻ പറ്റത്തില്ല, അത് ഈ ലോകത്തിന് തരാൻ പറ്റത്തില്ല, ഒന്നിനും തരാൻ പറ്റത്തില്ല. പ്രാർത്ഥന ഒരു കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഒരു നാളും കൈവിടത്തില്ല. യേശുവിന്റെ രക്തത്താലെ ജയമെടുക്കുന്നു. ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. പാസ്റ്റർ ഇവിടെ നിന്നു ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നിന്നപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് വേദനയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പാസ്റ്റർ അടുത്തോട്ട് എന്നിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് നീ സൗഖ്യം തരണമേ. പ്രിയരെ, അത് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ പാസ്റ്റർ അടുത്തോട്ട് പോയി പറഞ്ഞു, വേഗത്തിൽ ഇവിടെ തൊട്ട് വിട്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞു. അന്ന് നിമിഷം ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്നിറങ്ങി. അന്ന് വേദന എൻ്റെ മുട്ടുമാറി മൊത്തത്തിൽ